വാൾനട്ട് ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ പോലെ തന്നെ ഉണ്ട് അല്ലേ? പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെമ്മറി പവർ കൂടുകയില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ വാൽനട്ടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാ ദിവസവും കഴിക്കണോ വേണ്ടേ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. വാൾനട്ട് സാധാരണ ഒരു നട്ട് തന്നെയാണ്. പക്ഷേ റീസെൻ്റ്ലി ഈ അടുത്തായിട്ട് പലതരത്തിലുള്ള സ്റ്റഡീസാണ് വാൾനട്ടിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് വാൾനട്ട് ഡെയിലി കഴിക്കുന്നവർക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന ആൽഫ ലിനോലെനിക് ആസിഡ് ആണ്. ഒരു തരത്തിലുള്ള ഫാറ്റി ആസിഡ് ആണ്. നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ മറ്റൊരു ഫാറ്റി ആസിഡാണ് ALA അഥവാ ആൽഫ ലിനോലെനിക് ആസിഡ്. ഇതിലടങ്ങിയിരിക്കുന്ന ഈ ആൽഫ ലിനോലെനിക് ആസിഡ് ആദ്യം ചില തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. ഇതിൻ്റെ പേര് ഓക്സിലിപ്പിൻസ് എന്നൊക്കെയാണ്. പക്ഷേ ഈ ഓക്സിലിപ്പിൻസിന് പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിഡേഷൻ കുറച്ച് നിർത്താൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, ഇതൊരിക്കലും നിർക്കാത്തൊരു പ്രോസസ്സാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, വാൽനട്ടിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും ഫേറ്റൽ ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഫേറ്റൽ എന്ന് പറഞ്ഞാൽ മരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റാണ് കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താനുള്ള കഴിവ്. ഇത് ടോട്ടൽ കൊളസ്ട്രോളിനെ HDL കൊളസ്ട്രോളിനെയൊക്കെയാണ് കാര്യമായിട്ട് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോസ്റ്റിറോൾസ് ആണ്. വാൾനട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റു തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് കുറച്ച് കട്ടിയാണ്. യൂറോലിത്തിൻസ്, ഇലഗെറ്റനിൻസ്, ഫൈറ്റോമെലറ്റോണിൻസ്. ഇതിനെല്ലാം ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഉണ്ടെന്ന് പറയുന്നുണ്ട്. വാൾനട്ടിൻ്റെ വേറെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് പറയുന്നത് രണ്ട് ജെൻഡേഴ്സിലും, സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുണ്ട്, ഇതിനെ ഗോൾഡ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോർമേഷൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വാൾനട്ടിൻ്റെ ന്യൂട്രീഷൻ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എത്ര എനർജി കിട്ടും, എത്ര ഫാറ്റ് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് 100 ഗ്രാം വാൾനട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷൻ പ്രൊഫൈലാണ്. അതിൽ ആദ്യം പറയാനുള്ളത് എനർജിയാണ്. വാൾനട്ടിൽ പലതരത്തിലുള്ള ഫാറ്റും ഫാറ്റി ആസിഡ്സും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം വാൾനട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 2738 കിലോ ജൂൾസ് എനർജി കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ദിവസം 100 ഗ്രാം ഒന്നും ആരും വാൾനട്ട് കഴിക്കാറില്ല. 5-6 വാൾനട്ട് എന്ന് പറഞ്ഞാൽ 5 ഗ്രാമിൻ്റെ താഴെ മാത്രമേ വരുള്ളൂ വെയിറ്റ്. 100 ഗ്രാം വാൾനട്ടിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് 65 ഗ്രാം ആണ്. ഇത്രയും ഫാറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് 6.1 ആണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് 8.9 ഗ്രാം ആണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ്സ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഹാർട്ട് ഹെൽത്തിനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതെ നോക്കാനും ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ PUFA, ഇതിൻ്റെ അളവാണ് വാൾനട്ടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 48 ഗ്രാം ഉണ്ടാവും. ലിനോലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, അത് 38.1 ഗ്രാം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ആൽഫ ലിനോലെനിക് ആസിഡ് ഉണ്ട്, അത് 9.1 ഗ്രാം ആണ് 100 ഗ്രാം വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ അറിയാം, ആൽഫ ലിനോലെനിക് ആസിഡിൻ്റെ കണ്ടന്റ് ബാക്കിയുള്ള നട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ വാൾനട്ടിൽ തന്നെയാണ് കണ്ടുവരുന്നത്. 100 ഗ്രാം വാൾനട്ട് കഴിക്കുകയാണെങ്കിൽ 15 ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് പക്ഷേ ബാക്കിയുള്ള നട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വാൽനട്ട് കഴിക്കുന്നതെങ്കിൽ വാൽനട്ടിനേക്കാളും നല്ലത് ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, പീനട്ടൊക്കെ കഴിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, വാൾനട്ടിൽ 6.4 ഗ്രാം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഫൈബറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് 98 മൈക്രോഗ്രാം ആണ് 100 ഗ്രാം വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫൈറ്റോസ്റ്റിറോൾസ്, പ്ലാന്റ് സ്റ്റിറോൾസ്, അത് വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്നത് 72 മില്ലിഗ്രാം ആണ്. ഈ പറയുന്ന പ്ലാന്റ് സ്റ്റിറോൾസിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ബോഡിയിൽ വാൾനട്ട് എത്തിക്കഴിഞ്ഞാൽ മറ്റ് പലതരത്തിലുള്ള മെറ്റബോളൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും അതിനെക്കൊണ്ടാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും ഒക്കെ കുറച്ച് നിർത്താൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് വാൾനട്ട് ഇത്രയും കൂടുതൽ എനർജി തരുന്നതുകൊണ്ട് തന്നെ വാൾനട്ട് എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുമോ, ബോഡി കമ്പോസിഷൻ മാറിപ്പോവോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സേഫ്ലി നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു നട്ടാണ് വാൾനട്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡീനെ കുറിച്ച് ഇനി പറയാം. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലാണ്. ഈ സ്റ്റഡീൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഈ സ്റ്റഡി ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി ആയിരുന്നു. 112 പാർട്ടിസിപ്പൻസിനായിരുന്നു ഈ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയത്. ഇവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് ഇതൊക്കെ ഏകദേശം നോർമലായിരുന്നു. ഇവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവരെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇവരെ 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 6 മാസത്തേക്കാണ് സ്റ്റഡി നടത്തിയത്. ഒരു ഗ്രൂപ്പിന്റെ ഡയറ്റിൽ വാൾനട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഗ്രൂപ്പ് വാൾനട്ട് ഇല്ലാത്ത ഭക്ഷണമാണ് 6 മാസവും കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ കാലറീസ് എല്ലാ ദിവസവും കഴിക്കുന്നത് അത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വാൾനട്ട് കഴിച്ച പാർട്ടിസിപ്പൻസ് ഒരു ദിവസം 56 ഗ്രാം വാൾനട്ടാണ് എല്ലാ ദിവസവും കഴിച്ചത്. സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഡയറ്റിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ബോഡി കമ്പോസിഷൻ, അതായത് ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട്,
മസിൽ മാസ് എത്രയാണ്, വെള്ളത്തിൻ്റെ അംശം എത്രയാണ്, ബോണിൻ്റെ മാസ് എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ കാർഡിയോവാസ്കുലർ റിസ്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളും സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇനി ഈ സ്റ്റഡീൻ്റെ റിസൾട്ടിലേക്ക് വരാം. 6 മാസവും വാൾനട്ട് കഴിച്ചുകൊണ്ടിരുന്നവർക്കാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കണ്ടത് അവരുടെ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ ആണ്. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈനിങ് ആണ്. ഈ സ്മൂത്ത് ആയിട്ടുള്ള എൻഡോത്തീലിയൽ ലൈനിങ്ങിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ ഡാമേജസോ ഒക്കെ വരുന്ന സമയത്താണ് അവിടെ രക്തം കട്ട പിടിക്കുന്നതും ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ, സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ മെച്ചപ്പെട്ടിരുന്നു. രണ്ടാമത്തത് ഇവരുടെ ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ബേസ് ലൈനിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാനും വാൾനട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ 6 മാസം വാൾനട്ട് കഴിച്ചിട്ടും ഇവരുടെ ബോഡിയിൽ മാറാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും കൂടി പറയാം. അതിലൊന്നാണ് ബോഡി വെയിറ്റ്, രണ്ടാമത്തത് ബോഡി ഫാറ്റ് കമ്പോസിഷൻ ആണ്, മൂന്നാമത്തത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ വെയിറ്റ് കിലോഗ്രാമിൽ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്മളുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അത് മീറ്ററിലാക്കിയിട്ട് അതിൻ്റെ സ്ക്വയർ 25ന്റെ താഴേക്ക് നിൽക്കുന്നതാണ് നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ബോഡി മാസ് ഇൻഡെക്സിൽ മാറ്റമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിസറൽ ഫാറ്റിലും മാറ്റമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്, ലിവർ, കിഡ്നി, അതിൻ്റെയൊക്കെ ചുറ്റും ഒരു ഫാറ്റിൻ്റെ കവറിങ് ഉണ്ടാവും. അതിലും മാറ്റമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ബോഡി കമ്പോസിഷൻ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസിലും വ്യത്യാസമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് രാവിലെ നിങ്ങൾ പ്രമേഹ രോഗികളൊക്കെ ചെയ്യുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. അതുതന്നെയാണ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിലും മാറ്റങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് കഴിഞ്ഞ 4 മാസത്തെ ആവറേജ് ആയിട്ടുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവാണ് കാണിക്കുന്നത്. അതിലും മാറ്റമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാളും ഉപരി ഇവരുടെ ബ്ലഡ് പ്രഷറിലും ഒരു മാറ്റവും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്. ഇനി അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഇതിനെ കാണാൻ ബ്രെയിൻ പോലെ ഉള്ളതുകൊണ്ട് വാൾനട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മെമ്മറി പവർ ഉണ്ടാവും, നമ്മളുടെ കോഗ്നിറ്റീവ് പവർ ഇംപ്രൂവ് ചെയ്യും. ഇങ്ങനത്തെ സംശയങ്ങൾ സയൻറ്റിസ്റ്റിനും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വാൾനട്ടിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസും ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തതെന്നാണ് തോന്നുന്നത്. പക്ഷേ പലതരത്തിലുള്ള സ്റ്റഡീസും നടത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് വാൾനട്ട് കഴിച്ചു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് പവർ ഒന്നും കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാറ്റം ഇല്ല എന്നാണ്. മാറ്റം ഉള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിൻ്റെ കണ്ടന്റ് കൊണ്ടാണ്. കൊളസ്ട്രോൾ ലെവലിനെ മികച്ചതാക്കി നിർത്താനും എൻഡോത്തീലിയൽ ഫംഗ്ഷൻ്റെ ഹെൽത്ത് നോർമലാക്കി നിലനിർത്താനും വാൾനട്ട് സഹായിക്കും. കോഗ്നിറ്റീവ് പവറും മെമ്മറി ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസൊക്കെ കൂട്ടുകയോ വർദ്ധിപ്പിക്കുകയോ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന തരത്തിലുള്ള സ്റ്റഡീസ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇൻകൺക്ലൂസീവ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തണം എന്നാണ് ഇതുവരെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ ഇനി കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നത് 5-6 വാൾനട്ടാണ്. നിങ്ങൾക്കും അതേപോലെ കഴിക്കാം. പക്ഷേ വാൾനട്ട് കഴിക്കുന്നതിന് മുമ്പേ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ ചെറിയ പൊടികളും അങ്ങനത്തെ കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് കളയാൻ സാധിക്കും. സോക്ക് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല, ഒരു എണ്ണേൻ്റെ ചൊയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ സ്മൂത്തീസിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം. ഇനി എല്ലാ ദിവസവും വാൾനട്ട് മാത്രം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വെറൈറ്റി ഓഫ് നട്ട്സ് കഴിക്കുന്നത് തന്നെയാണ്. ഇടയ്ക്ക് കാഷ്യൂ നട്ട് കഴിക്കാം, ആൽമണ്ട്സ് കഴിക്കാം, പീനട്ട്സ് നല്ലതാണ്, സീഡ്സ് നല്ലതാണ്. എല്ലാ തരത്തിലുള്ള നട്ട്സ് കുറച്ച് കഴിക്കുന്നതാണ് ഒരൊറ്റ തരത്തിലുള്ള നട്ട്സ് കൂടുതൽ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത്. നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണ്, ഇനി വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ വാൾനട്ട് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ന്യൂട്രീഷൻ പ്രൊഫൈൽ അങ്ങനെയാണ്. റെഡ് മീറ്റിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു നട്ടാണ് വാൾനട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചാനലിലെ മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി കാണാൻ സാധിക്കും. ചാനൽ മെമ്പർ ആവാൻ ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. വാൾനട്ട് മാത്രമല്ല പലതരത്തിലുള്ള ഹെൽത്തി ഫുഡിനെ കുറിച്ചും ഡയറ്റ്സിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.